all, welcome once again to my YouTube channel. ഞാൻ വർഷ, ട്രോമ ഇൻഫോംഡ് ലൈഫ് കോച്ചും ഹീലറുമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ ട്രോമ ഇൻഫോംഡ് ലൈഫ് കോച്ചിങ്, എന്താണ് അതും സാധാരണ ലൈഫ് കോച്ചിങ് തമ്മിലുള്ള വ്യത്യാസം? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്താണ് ട്രോമ, എന്തൊക്കെയാണ് നമ്മുടെ ട്രോമ റെസ്പോൺസസ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നത്, എന്താണ് ഹീലിംഗ്, എന്തിനാണ് നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നത്, എന്താണ് ഇന്നർ ചൈൽഡ് വൂൺസ്, അങ്ങനെയുള്ള എല്ലാ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ഒരു ബേസിക് ഇൻഫർമേഷൻ നോളേജ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസുമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് ട്രോമ എന്ന് നമുക്ക് പഠിക്കാം. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ, ട്രോമ എന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്തതിനെക്കാട്ടി ഉപരിയായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസിൻ്റെ റിമെയിൻസാണ്. അതായത് ആ ഒരു സംഭവം, ആ ഒരു ട്രോമ നമ്മുടെ ഉള്ളിൽ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റാണ്. അത് ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഒരേ വീട്ടിലെ സിബ്ലിങ്സിന് ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ അത് അവർ പെർസീവ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഒരാൾക്ക് ട്രോമ ആയിട്ടുണ്ടാവും, മറ്റേയാൾക്ക് അത് വളരെ ഈസി ആയിട്ട് വലിയ ഇമ്പാക്റ്റൊന്നും വരാത്ത രീതിയിൽ പോയിട്ടും ഉണ്ടാവാം. ട്രോമ എന്നത് ഹൗ സേഫ് ആൻഡ് സപ്പോർട്ടഡ് വി ഫെൽറ്റ് വിത്തിൻ എന്നുള്ളതാണ് ട്രോമേനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ട്രോമ എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയൊരു ഇൻസിഡൻറ്റ്, ലൈഫ് ചേഞ്ചിങ് ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ വയലൻസ്, അല്ലെങ്കിൽ അബ്യൂസ്, ഒരു വലിയ അപകടം, അതാണ് ട്രോമ ഉണ്ടാക്കുന്നത് എന്നാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്കറിയോ, ഏതെങ്കിലും ചെറിയൊരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പോലും നമുക്ക് ട്രോമ ആയേക്കാം. അത് നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ ഇൻഫ്ലുവൻസും ചെയ്തിരിക്കും. അപ്പോൾ ശരിക്കും ട്രോമ എന്താണ്? കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ് ആരും കേൾക്കുന്നില്ല, നിങ്ങൾ കരയുമ്പോൾ കരയണ്ട എന്ന് പറയുന്നു, പിന്നെ നിങ്ങളുടെ മിസ്റ്റേക്സ് മാത്രം എപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അവരെ കണ്ട് പഠിക്കുക, ഇവരെ കണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത് എന്താ? അപ്പോൾ ഞാൻ അത്ര പോരാ. പിന്നെ നിങ്ങളുടെ സ്നേഹം കിട്ടുന്നത് നല്ല കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ്. പിന്നെ വീട്ടിൽ സ്ഥിരം വഴക്കായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും ഇമോഷണലി സേഫായിട്ട് തോന്നിയിട്ടില്ല. ഇതെല്ലാം ചിലർക്ക് ട്രോമയായിട്ട് മാറിയേക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ ചൈൽഡ്ഹുഡ് നല്ലതായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് അഡൽട്ട്ഹുഡ് ലൈഫിൽ എനിക്ക് ഇത്രയും സ്ട്രഗിൾ വരുന്നത്, ഇത്ര ബുദ്ധിമുട്ടുകളും ഇത്രയും ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇന്ന് ഈ അഡൽട്ട്ഹുഡ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണോ? നിങ്ങളെപ്പോഴും ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളാണോ? നിങ്ങൾക്ക് നോ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ട്രിഗർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്രിറ്റിസിസം കേൾക്കുമ്പോൾ ഒഫൻഡ് ആവുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയാൻ കാരണം എന്നുള്ളൊരു ചിന്ത അറിയാതെ വരുന്നുണ്ടോ? ഇതെല്ലാം ട്രോമ റെസ്പോൺസാണ്. അത് ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിൽ നിന്നും വരുന്നതാണ്. അത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഞാനും ഒരിക്കലും എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാതെ ജീവിച്ച ഒരാളായിരുന്നു. എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നോ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഇമോഷൻസിലൂടെ കടന്നു പോകുന്നതെന്നോ മനസ്സിലാക്കാൻ അറിയില്ലായിരുന്നു, അവയർനെസ് ഇല്ലായിരുന്നു. പോസിറ്റീവ് തിങ്കിങ്ങും മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ് അതെല്ലാം വെച്ചും അതൊക്കെ മതിയാവും ലൈഫ് മാറാൻ എന്ന് വിശ്വസിച്ച ആളായിരുന്നു. പക്ഷേ ഈ ഒരു ട്രോമ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതെല്ലാം മാറി. എൻ്റെ ഇന്നർ ചൈൽഡ് വൂൺസ് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ, എൻ്റെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ, എൻ്റെ
പഴയ ബിലീഫ് സിസ്റ്റംസ് ഇതൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കി അത് റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ശരിക്കുള്ള മാറ്റം വന്നു തുടങ്ങിയത്. എൻ്റെ ട്രോമ റെസ്പോൺസ് എന്തൊക്കെയാണ് എൻ്റെ ബ്ലോക്കേജസ് അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഹീലിങ്ങും അതിൻ്റെ കൂടെ സ്ലോലി നടന്നു. ഇന്നർ ചൈൽഡ് ഹീലിങ്ങും അതിൻ്റെ കൂടെ നെർവസ് സിസ്റ്റം റെഗുലേഷനും എല്ലാം കൂടെ ഒത്തുവന്നപ്പോൾ ഹീലിംഗ് പോസിബിളായി. ഇന്ന് ഇപ്പോൾ ട്രിഗർ വന്നാലും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അതെങ്ങനെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്ത് അതിനനുസരിച്ച് അത് മാറ്റണമെന്നും ഇന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ട്രോമ, നെർവസ് സിസ്റ്റം റെഗുലേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, പാരൻറ്റിങ് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തണം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രോഗ്രാമുണ്ട്, ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ടർ കിറ്റ്. അത് ജസ്റ്റ് ഒരു ബിഗിനർ ലെവൽ പ്രോഗ്രാമാണ്. അത് ജസ്റ്റ് ഒരു റെക്കോർഡഡ് കോഴ്സല്ല, ഇറ്റ് ഈസ് 1-on-1 ഡയറക്റ്റ് സപ്പോർട്ട് എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നൊരു 1 month പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി DM ചെയ്യാം ആൻഡ് യു ക്യാൻ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. അവയർനെസ് ആണ് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അടുത്ത വീഡിയോയിൽ ട്രോമേൻ്റെ റെസ്പോൺസസ് എന്തൊക്കെയാണ് അത് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ.